നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും എഴുന്നേൽക്കുകയും മഹത്വത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നവനായ മഹത്വമുള്ളവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഗ്രഹകരമായ 11 നോമ്പിൻ്റെ 1-ാം ദിനത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ സങ്കേത ഭവനത്തിൽ ആകർഷിച്ചുകൊണ്ടുവന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയാം. വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ 11 നോമ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ സഭയിലെ വിശുദ്ധന്മാരെല്ലാവരും വിശുദ്ധരായി തീർന്നത് ഈ 13 അപ്പോസ്തലന്മാരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടാണ്. നമ്മൾ ഈ 13 അപ്പോസ്തലന്മാരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് നമ്മളെ വിശുദ്ധരാക്കിയോ അതോ നമ്മളെ നാശയോഗ്യരാക്കിയോ? കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ നാശയോഗ്യനായി പിശാചായി ആത്മഹത്യ ചെയ്തങ്ങ് പോയി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് പിതാവ് കൊടുത്ത കൂട്ടത്തിലുള്ള ഒരാളായി. അപ്പം നമ്മളെ ദൈവം ആർക്ക് കൊടുത്താലും ആരെ നമുക്ക് കിട്ടിയാലും അവർ നാശയോഗ്യരാകാൻ സാധ്യതയുണ്ട്. ദൈവം തന്നതാണെങ്കിൽ പോലും നശിച്ചു പോകാനുള്ള സാധ്യത കിടപ്പുണ്ട്. അത് എനിക്ക് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പറയുക, എനിക്കും അത് വരരുതേ, നിങ്ങളും പ്രാർത്ഥിക്കും. അങ്ങനെ ഈ ലോകം ഭരിക്കുന്ന പിശാച് അവൻ്റെ കൂടെ കത്താനായിട്ട് അനേകരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ആ പിശാചുക്കളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മാലാഖമാരായി നല്ല ജോലി അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിലോ ആരാധിക്കുന്നതിലോ ദൈവത്തിൻ്റെ രക്ഷ ചെയ്യുന്നതിലോ മടുപ്പ് തോന്നി. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾക്കും ഈ ഭരിക്കുന്ന ജോലി ഇവിടെ നിന്ന് തന്നാലെന്താ എന്നവർക്ക് തോന്നി. അങ്ങനെ ചിലർ എടുത്തു മറിക്കുന്ന കരൂപ് ദൈവത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വേല ചെയ്തതിൻ്റെ ഇടയിൽ തനിക്ക് നവരക്തങ്ങളുണ്ടായിരുന്നു, പൊന്നുകൊണ്ടുള്ള കൂടുണ്ടായിരുന്നു, പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, ബുദ്ധി, സൗന്ദര്യം, ഇതെല്ലാം ദൈവം കൊടുത്തു. പക്ഷെ അതിനൊരു നന്ദി വാക്കെന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല. ഇതൊക്കെ തന്ന ഈ കിളവനായ ഈ പിതാവാൻ ദൈവം തമ്പുരാന് ആ കസേരയും കൂടെ അങ്ങനെ മാറി അങ്ങോട്ട് ഇരിക്കരുതോ എന്നാ തോന്നിയത്. അതാന്നാ വെള്ളം വെച്ച് വെള്ളവും കൊണ്ട് വെക്കുമോ? ഈ കസേര പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ശത്രുവായിപ്പോയി എന്നാണ് പറയുന്നത്. യെഹെസ്കേൽ 28 യെരമ്യ 14 വായിച്ചു നോക്കിയാൽ ഈ 2 പ്രവാചകന്മാർ പിശാചുണ്ടായത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിശാചാകാനുള്ള സാധ്യതയുണ്ട്. പിശാചായെങ്കിൽ മാലാഖയാകാനും മാലാഖയുടെ പതിയിൽ നിന്നും ദൈവത്തിൻ്റെ മക്കളുടെ പതിവിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. പാതാളത്തോളം താഴാനുള്ള സാധ്യതയുണ്ട്. പാതാളത്തിൽ നിന്ന് സ്വർഗത്തോളം ഉയരാനുള്ള സാധ്യത. ഈ സാധ്യതയെല്ലാം തുറന്നു കിടക്കുക. ഇടവും വലവും അത് തുറന്നു കിടക്കുന്നു. നമ്മൾ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായി എല്ലാത്തരം ബലഹീനതകളുള്ള മനുഷ്യരെ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, പഠിപ്പിച്ചു, അവർക്ക് വേണ്ടി അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു, എല്ലാ സുഖസൗകര്യങ്ങളും നൽകി. തൻ്റെ കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും കർത്താവിൻ്റെ ഏജന്റുമാരായി ഒക്കെ അയച്ചെങ്കിലും ഒരാൾ നശിച്ചുപോയി. 10 പേരെ പിന്മാറിപ്പോയി. അവർ പിന്നെ മടങ്ങി വരികയായിരുന്നു, അവരെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ പോയിട്ട് പിന്നെ വന്നില്ല. അപ്പോഴും ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ട് യേശുവിനെ എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശൗൽ 8 കൊല്ലം കൂടെ ആ പരിപാടി തുടർന്നു. പെന്തിക്കോസ്ത് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞാണ് ശൗൽ മാനസാന്തരപ്പെട്ട് അപ്പോസ്തല പദവിയിലേക്ക് കയറി വന്നത്. ഈ 13 പേരെയും ലോകാരംഭത്തിലെ പിതാവ് കണ്ട് യേശുവിന് കൊടുക്കാൻ മാറ്റിയിട്ടിരുന്നവരായിരുന്നു. വരാൻ പല സമയം എടുത്തെന്ന് മാത്രം. അപ്പം നമ്മളെക്കുറിച്ചെല്ലാം ലോകാരംഭത്തിലെ നമ്മുടെ ആത്മാക്കളെ സൃഷ്ടിച്ചിട്ടൊരു നല്ല പദ്ധതി ദൈവത്തിനുണ്ട്. ആ വിശ്വാസം നോക്കുകയാണ്. എല്ലാവരെക്കുറിച്ച് നല്ല പദ്ധതി ദൈവത്തിനുണ്ട്. പക്ഷെ നമ്മൾക്ക് വേണേൽ ആ പദ്ധതിയിൽ നിന്ന് വ്യതിചലിക്കാനോ സഹകരിക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോസ്തലന്മാരെ 13 പേരെ കർത്താവ് 13 സമയത്ത് വിധത്തിലാണ് എടുക്കുന്നത്. എല്ലാവരെയും ഒന്നിച്ചല്ല. എല്ലാവരെയും ഒന്നിച്ചെടുക്കാൻ തീരുമാനം എടുത്തെങ്കിലും അവർ വന്നത് ഓരോ സമയത്താണ്. അവർ വന്നിട്ട് പോവുകയും പിന്നെ വരികയും ഒക്കെ ചെയ്തിട്ട് പൂർണ്ണമായി തൻ്റെ കൂടെ വേല ചെയ്ത് പെന്തിക്കോസ്തിക്ക് ശേഷമാണ്. അതുവരെ അവരുടെ എല്ലാ വരവിനും പോക്കിനും എല്ലാം ചില അപൂർണതകൾ ഉണ്ടായിരുന്നുള്ളതും നമുക്ക് പ്രത്യാശയ്ക്ക് പോകട്ടെ. നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും എന്ത് പരാജയം ഉണ്ടെങ്കിലും അതിനെ വിജയമാക്കാനും അതിൻ്റെ മധ്യത്തിൽ നമ്മളെ വിശുദ്ധരാക്കാനും ദൈവത്തിന് കഴിയും. അതിന് ഈ പിശാചുക്കളെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്താൻ പോകുന്ന പിശാചിനെ എന്തിനിട്ടിരിക്കുന്നറിയാനുള്ളൂ? കത്താനുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള വേസ്റ്റ് പാത്രമായിട്ട് അവരെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ വേസ്റ്റ് പാത്രമുണ്ട്. കത്താനുള്ള സാധനങ്ങൾ കിട്ടുന്ന അതിനകത്തുകൊണ്ട് ഇടും. നിറഞ്ഞു കഴിയുമ്പോൾ ഒന്നിച്ച് അടുപ്പിലോട്ട് ഇട്ടാൻ കത്തിച്ച് കളയും. ഇതുപോലെ ദൈവത്തെ വേണ്ടാത്തവരും ദൈവത്തിന് വേണ്ടാത്തവരും ഈ ഭൂമിയിൽ വരുന്നവരെ മാറ്റിക്കെട്ടാനായിട്ടൊരു വേസ്റ്റ് പാത്രമായിട്ടാണ് യൂദാ കോട്ടായിലുള്ളവരെ ഉപയോഗിക്കുന്നത്. യൂദായെ പോലെയുള്ളവരെയും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് ഇടാനാണ്.
വേസ്റ്റ് ഇടാൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പൊക്കോളും. യൂദാസ്കറിയാത്തായി പറഞ്ഞു വിട്ടതല്ല, അവൻ തന്നെ പോയി കെട്ടിയാലുമായിരുന്നു. നമ്മൾ ആരെയും പറഞ്ഞു വിടണ്ട, ആരെയും തള്ളണ്ട, ആരെയും വിധിക്കണ്ട. ആര് വേണമെങ്കിലും നന്നാകാനും ചീത്തയാകാനും സാധ്യത ലോകത്തിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ ഉൾക്കാഴ്ചയോടുകൂടി അപ്പോസ്തലന്മാർ നോക്കുന്ന സന്ദേശം ഇതാണ്: യൂദായെയും പിതാവ് കൊടുത്തു, അവൻ നാശയോഗ്യനായിപ്പോയി, അവൻ പിശാചായിപ്പോയി. നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്ന സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് അതിന് കേൾക്കാം. ഇതിൻ്റെ എല്ലാ സൂചനകൾ പ്രവാചകന്മാരും സങ്കീർത്തനക്കാരനും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നിവൃത്തിയായതാണ്. ഈ സങ്കീർത്തനങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഇന്ന് വായിച്ചതായ 41-ാം സങ്കീർത്തനം നമ്മുടെയും ജീവിതത്തിൽ നമ്മളുടെ വിശുദ്ധിയിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു ശത്രുക്കൾക്ക് ഒരു വലിയ പങ്കുണ്ട്. നമ്മളെ ശുദ്ധീകരിക്കുന്നതിലും നമ്മളെ നല്ലവരാക്കുന്നതിലും ശത്രുക്കളെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ കത്താനുള്ളവരാ. പക്ഷേ കത്താനുള്ള എല്ലാവരെയും കൂടെ ഒന്നിച്ച് കത്തിക്കാൻ, അവരെ കൊണ്ട് തന്നെ കത്താനുള്ളവരെ കൊണ്ടു നടക്കാൻ, സൂക്ഷിച്ചു വെക്കാനുള്ള പാത്രമായിട്ട്, അതിനുള്ള വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റായിട്ടോ കക്കൂസിൻ്റെ ടാങ്കായിട്ടൊക്കെ അവർ ഉപയോഗിക്കുക. നമ്മുടെ കക്കൂസിൻ്റെ ടാങ്ക് പണിത് സ്ലാബിട്ട് മൂടിക്കഴിഞ്ഞാൽ നമ്മളാരും കാണുന്നില്ല, അറിയുന്നില്ല. പക്ഷെ അത് വലിയ സേവനമാണ് ചെയ്യുന്നത്. ക്ലോസറ്റിലെ സാധനം വെള്ളം ഒഴിച്ചാൽ പിന്നെ എവിടെയോട്ടൊന്ന് പൊക്കോളും. അതുപോലെ ഈ ലോകത്തിൽ ദൈവം പിശാചിനൂടെ കൂടുന്ന യൂദാ കോട്ടായിലുള്ളവരെല്ലാം കർത്താവ് ഈ കക്കൂസിൻ്റെ കുഴിയായിട്ടോ അതിലേക്കുള്ള കുഴലായിട്ടോ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ, വേറൊരു കൂട്ടർ കത്തിക്കാനുള്ള വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റായിട്ടങ്ങ് മാറും. ഇങ്ങനെ പലതരം വേസ്റ്റ് പാത്രങ്ങളുണ്ട്. നമുക്കറിയാം, ഈ മുനിസിപ്പാലിറ്റിക്കാർ വരുന്ന വണ്ടിയിൽ എന്തെല്ലാം സാധനം വണ്ടി വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് തന്നെ ചില ചാക്കുകൾ, ചില പാത്രങ്ങൾ, സാധനങ്ങളൊക്കെ അതെ കൊണ്ടുപോയി വേസ്റ്റ് റീസൈക്കിൾ ചെയ്ത് എടുക്കുന്നതുകൊണ്ട്, കത്തിച്ച് കളയുന്നതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വേസ്റ്റ് എടുക്കുന്ന വാഹനമാകാം, വേണേൽ കർത്താവിനെ വഹിക്കുന്ന വാഹനമാകാം, കർത്താവ് അനേകർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്ന നല്ല പാത്രമാകാം, നല്ല വാഹനം. ഇതിനൊക്കെയുള്ള സാധ്യത ഒന്നും കർത്താവ് കളയില്ല, എന്തിനെങ്കിലും കൊള്ളിച്ചിരിക്കും. സദൃശവാക്യം 16:4 സകലത്തെയും കർത്താവ് പ്രയോജനപ്പെടുത്തിയിരിക്കും. എന്നാൽ നശിച്ചു പോകുന്നവരെ നശിക്കുന്നിടം വരെ ഉപയോഗിക്കും. അതുവരെ അവർ നശിക്കുന്ന കൂടെ അങ്ങ് പൊക്കോളും. ആരെയും നശിപ്പിക്കേണ്ട, അവർ തന്നെ പോയി ആ കുഴി വീണോളും. ഈ ഗതികേട് നമുക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 41-ാമത്തെ സങ്കീർത്തനം. ശത്രുക്കളുടെ മധ്യത്തിൽ നമ്മൾ ശത്രുവാകാതെ, ശത്രുതയുടെ ക്രൂരതയും ദുഷ്ടതയും വൃത്തികേടും മനസ്സിലായി എനിക്ക് ആരുടെയും ശത്രുവാകാനിടയാകല്ലേ, ദൈവത്തിൻ്റെ ശത്രുവാകല്ലേ, എനിക്ക് എല്ലാവരുടെയും മിത്രമാകണം. ശത്രുക്കളെ പോലും സ്നേഹിച്ച് അവരുടെ ഇടയിൽ അവരെ നന്മയ്ക്കായി ഉപയോഗിച്ചുകൊണ്ട് ജന്മസാഫല്യനോട് ഞാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വല്യപ്പച്ചനായ ദാവീദിനെ തനിക്കുണ്ടായിരുന്ന ശത്രുതയുടെ മധ്യത്തിലാണ് താൻ ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനായി വളർന്നത്. ദാവീദ് ശൗൽ രാജാവിന് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെങ്കിൽ സഹായം ചെയ്തതിലെ ഏറ്റവും വലിയ സഹായം ഗൊല്യാത്തിനെ കൊല്ലുന്നതും വേറെ ആയിരക്കണക്കിന് ശത്രുക്കളെ സംഹരിച്ചു കൊടുത്തതുമൊക്കെ ദാവീദാണ്. അപ്പോൾ ആ ദാവീദിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പാട്ടുപാടി, ദാവീദിന് 10,000 ശൗലിന് 1000 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് അസൂയ ഉണ്ടായി. അസൂയോടുകൂടി ശത്രുവായി മാറിയ ശൗൽ തന്നെ ദുരാത്മബാധയുടെ സമയത്ത് തന്നെ സഹായിക്കാൻ വേണ്ടി കിന്നരം വായിക്കാൻ നിർത്തി. ആ കിന്നരം വായന കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ദുരാത്മാവ് മാറി നിൽക്കും, പിന്നെയും ദുരാത്മാവ് വരും, അന്നേരം പാട്ട് പാടും. അത് അധികം നാൾ നിന്നില്ല പരിപാടി. കിന്നരം വായിച്ചാലും ദുരാത്മാവ് മാറാത്ത സാഹചര്യത്തിൽ പിന്നെ കുത്താനാവുന്നത്. കുന്തം എടുത്ത് കുത്താൻ വന്നപ്പോൾ അത് ഒഴിഞ്ഞു മാറി കുത്തുകൊള്ളാതിരിക്കാൻ പല സ്ഥലങ്ങളിൽ പോയി ഒളിച്ചിരിക്കേണ്ടി വന്നു. ഈ ശത്രുതയും അസൂയയും ഉള്ളവരുടെ കുത്തും കൊത്തും എതിർപ്പുകളും മത്സരങ്ങളും അസൂയോടുകൂടിയുള്ള പെരുമാറ്റങ്ങളും സഹിച്ച് സങ്കീർത്തനം എഴുതിയ ആളാണ് ദാവീദ്. നമുക്കിതൊക്കെ വന്ന് പല സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. എത്ര സങ്കീർത്തനം എഴുതായിരുന്നു അല്ലേ? പഴയ സങ്കീർത്തനം ഇപ്പോൾ 150 അവിടെ ഇരിപ്പുണ്ട്. നമ്മളത് വായിച്ചു കൂട്ടുന്നില്ല, അതൊരു സങ്കീർത്തനം നമുക്ക് എഴുതാനൊക്കെ. നമ്മൾ ശരിക്ക് ദാവീദിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ ആത്മാവിൽ ജീവിക്കാൻ പുത്തൻ പാട്ടുകൾ പാടാനും എഴുതാനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചില പുതിയ പാട്ട് പാടിയിട്ട് വേണം പോകാൻ. അങ്ങനെ സകല ശത്രുക്കളെയും സകല പരാജയങ്ങളെയും പ്രയോജനപ്പെടുത്താൻ ദൈവകൃപയും ദൈവഭക്തിയും ദൈവവചനവും ഇന്നും സഹായകരമാണ് എന്നുള്ള വലിയ പ്രത്യാശയാണ് ഈ 13 നോമ്പിൻ്റെ 1-ാം ദിനത്തിൽ നമുക്ക് തരുന്നത്. വേദോത്സവത്തിൽ യൂദായുടെ കാര്യം എഴുതി വച്ചിരിക്കുന്നത് ചുമന്ന കൊടിയായിട്ടാണ്. വഴിയാത്രയിൽ പല സ്ഥലങ്ങളിൽ റെഡ് ലൈറ്റ് കത്തുന്നു, ചില സ്ഥലങ്ങളിൽ ചുമന്ന കൊടി പാറുന്നു. എന്താ എൻ്റെ അർത്ഥം? യാത്രക്കാർ സൂക്ഷിച്ചോ, അപകടം, ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്.
അപകടം സാധ്യത കൂടിയ സ്ഥലം. അപ്പം അങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ യൂദോസ്കറിയാത്ത ചുമന്ന കൊടിയായി നിൽക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവരെയും എനിക്ക് ഉണ്ടായ ഗതികേട് നിങ്ങൾക്ക് വരല്ലേ, എനിക്കുണ്ടായതായ ആ ദുരന്തം നിങ്ങൾക്ക് വരല്ലേ എന്ന് പറഞ്ഞ് യൂദായ്ക്ക് അങ്ങനെ ഒരു സേവനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ശരിക്കും ആത്മഹത്യ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിനും ട്യൂഷൻ കൊടുക്കാൻ ആളുണ്ട്. അപ്പോൾ ഈ പണി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാശയോഗ്യരെ ഉൾക്കൊള്ളുന്ന നാശത്തിൻ്റെ കുഴിയായിട്ടങ്ങ് മാറി. അവിടെ അവസാനം അവിടെ തീ പിടിക്കാൻ പോവാം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്കുണ്ടാകുന്ന എല്ലാ വേദനകളും യാതനകളും നഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം പിതാവിനെ അറിയിച്ചാൽ പിതാവ് അതിനെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും തേജസ്കരണത്തിനും ഉപയോഗിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് 13 വാക്യങ്ങളുള്ള 41 സങ്കീർത്തനം 13 നോമ്പിൽ ഉപയോഗിക്കുന്നത്. ഏത് മനസ്സിലായോ? 13 നോമ്പിൽ നമ്മൾ ധ്യാനിച്ച് തുടങ്ങുന്ന സങ്കീർത്തനത്തിന് എത്ര വാക്യമുണ്ട്? 13 വാക്യമുണ്ട്. ഈ 13 വാക്യവും 13 അപ്പോസ്തലന്മാരെ വിശുദ്ധരാക്കിയ കഥയും യൂദായെ കുഴിയിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യം ഇതിനകത്ത് സൂചനയുണ്ട്. ഈ എല്ലാ അപ്പോസ്തലന്മാരുടെയും യൂദോസ്കറിയാത്തയുടെ സൂചന ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ യൂദോസ്കറിയാത്തയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. 12 അപ്പോസ്തലന്മാരിൽ യൂദായുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അതിനെ ഈ വേദഭാഗം നമ്മൾ വായിക്കുന്നു. തൻ്റെ ശത്രുക്കളുടെ മേൽ പ്രതികാരം ചെയ്യുന്നതിന് ഒരു രോഗി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രോഗം ശീലിച്ചുകൊണ്ട് രോഗിയായിരുന്നുകൊണ്ടാണ് ദാവീദ് തൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി തൻ്റെ യേശു മിശിഹായുടെ വല്യപ്പനായി തീരാൻ തന്നെ രോഗിയാകേണ്ടി വന്നിരുന്നു. രോഗമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നൊരു നന്ദി പറയാം. രോഗം ശീലിച്ചുകൊണ്ടാണ് യേശു രക്ഷകനായി അനേരെ രോഗശാന്തി സായി. അപ്പോൾ രോഗത്തിന് ഉപയോഗമുണ്ട്, രോഗത്തിന് ഒത്തിരി ഉപയോഗമുണ്ട്. അതുകൊണ്ടാണ് യേശു എല്ലാ രോഗവും ശീലിച്ചുകൊണ്ടാണ് രോഗശാന്തി ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് രോഗം വന്ന ഉടനെ മാറണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. രോഗത്തിനെ മുതലെടുക്കാനുള്ള കുറവ, രോഗത്തിനെ പ്രയോജനപ്പെടുത്തിയിട്ട് തന്നെ വിടാവൂ. ഏതായാലും വന്നതല്ലേ, മരുന്നുകളിൽ പണി കൊടുക്കുന്നത്. അപ്പോൾ രോഗത്തിനും പണിയുണ്ട്. രോഗം കൊണ്ട് മാത്രം നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. രോഗത്തിൻ്റെ മധ്യത്തിൽ മാത്രം ഭിന്നത മാറിയവരുണ്ട്, അശുദ്ധി മാറിയവരുണ്ട്, പുതിയ ഉൾക്കാഴ്ച കിട്ടിയവരുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ആശുപത്രി വെച്ചും രോഗക്കിടക്കയിൽ വെച്ചും കിട്ടിയ വിശുദ്ധന്മാരുടെ കഥ പറയാനുണ്ട്. വിശുദ്ധരായി തീർന്നവരൊക്കെ തന്നെ ഓരോ തരത്തിൽ രോഗികളായിരുന്നു. ആ രോഗം സഹിക്കാനുള്ള കൃപ മാത്രമേ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത് മാറ്റിയിട്ടില്ല. സഹിക്കാനുള്ള കൃപ മാത്രം. പൗലോസിയായും രോഗിയായിരുന്നെങ്കിലും രോഗം മാറ്റണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് മാറ്റുകയില്ല, കൃപ നിനക്ക് മതി. ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവും വകതയും കിട്ടാനാണ് ഈ നോമ്പെടുക്കുന്നത് കാര്യം ഓർപ്പിക്കുന്നത്. നമുക്ക് 41 സങ്കീർത്തനം ഈ 13 വാക്യങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ 13 നോമ്പ് ആരംഭിക്കാം. നമുക്കിതിനെല്ലാവർക്കും ഏറ്റുമല്ല. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അവൻ എപ്പോൾ മരിച്ച് അവന്റെ പേര് നശിക്കും എന്നെന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതിയേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു വ്യാധി അവന് പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്നവർ പറയും. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം നിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതനും പോലും എന്റെ നേരെ കുതിയാൻ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ വായന അവിടെ ഒന്ന് നിർത്തുകയാണ്. ഈ 9 വാക്യം ഇന്നത്തെ ധ്യാന വിഷയമാണ്. ഇത് യൂദാസ്കറിയാത്തയെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. യൂദായാണ് കർത്താവിന്റെ അപ്പം ഏറ്റവും തിന്നുന്നത്. കിട്ടിയ കാണിക്ക മുഴുവൻ ആടിലായിരുന്നു. യൂദാ അത് മുഴുവൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിന് അപ്പം ആക്കി കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതുകൊണ്ട് അവന് സ്വസ്ഥതയുണ്ടായോ? ഇല്ല. അതുകൊണ്ട് നമ്മളെ ആരെ അപകരിച്ചാലും ചൂഷണം ചെയ്താലും അടിയൊലിച്ചാലും ചോർത്തിക്കൊണ്ട് പോയാലും പേടിക്കേണ്ടത് ഇവരെ ആരെ അറിയിച്ചാൽ മതി, പിതാവിനെ അറിയിച്ചാൽ മതി. അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ കർത്താവ് ഈ അത്യാഗ്രഹിയായ
കള്ളനായ യൂദായെ തൻ്റെ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരുടെയും തൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ എല്ലാം അശുദ്ധി മാറ്റിയിടാനുള്ള ഒരു വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റായിട്ടോ ഒരു കക്കൂസ് കുഴിയായിട്ടോ അവനെ അങ്ങ് ഉപയോഗിച്ച വേസ്റ്റ് തള്ളാനുള്ള ഒരു കുഴിയായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ഉപയോഗം ഇവർക്കുണ്ടെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ആര് നമ്മളെ അപകരിച്ചാലും എന്തൊക്കെ ചെയ്താലും അത് വിവരം അറിയിച്ചാൽ മതി, അതിനെയും കർത്താവ് പ്രയോജനപ്പെടുത്തുമെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ യൂദായാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ബാക്കി നമുക്ക് വായിക്കാം 10 മുതലേ. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നിഷ്കളങ്കത്വ നിമിത്തം എന്നെ താങ്ങുന്നു. എന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഈ 41-ാം സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ട് നമുക്കുള്ള എല്ലാ ശത്രുക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട്, ശത്രുക്കളെ ശപിക്കാതെ അനുഗ്രഹിക്കുന്നതാണ്. അവരെ ശരിക്കും മുതലെടുത്തിട്ട് അത് നശിക്കുന്നതിന് മുമ്പ് നശിക്കാനുള്ളതെല്ലാം അവരിലേക്ക് പോകാനായിട്ട് പ്ലംബിങ് നടത്താൻ പോവുകയാണ്. നമുക്കൊരു പൊട്ടക്കിണറുണ്ടെങ്കിൽ ആ പൊട്ടക്കിണറിലേക്ക് കക്കൂസ് കവിഞ്ഞൊഴുകിയാൽ പോകാനുള്ള കുഴലും കൂടെ ഇട്ട് കൊടുത്താൽ കക്കൂസ് എന്നും ഭദ്രമായിരിക്കും. അല്ലേ ഇത് എപ്പോഴും നിറയുമ്പോൾ അത് ദുർഗന്ധം പിന്നെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കുള്ള എല്ലാ കുഴികളെയും എല്ലാ കുഴലുകളെയും എല്ലാം അശുദ്ധി കളയാനുള്ളത് കുഴിയിലേക്കും നല്ല വെള്ളം ടാങ്കിൽ നിന്ന് വരാനുള്ള ഇങ്ങനെയുള്ള പ്ലംബിങ് നടത്തി അങ്ങോട്ട് വെച്ചാൽ മതി. എല്ലാം നന്മയ്ക്കാക്കി തീർക്കാൻ സാധിക്കും എന്നുള്ള ബോധത്തോടെ ഇപ്പോൾ നമ്മൾ എഴുന്നേൽക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവം വേസ്റ്റുകൾ ഒഴുകിപ്പോകാനുള്ള ചാലുകളുണ്ടാക്കി, കുഴലുകളുണ്ടാക്കി, കുഴികൾ സജ്ജീകരിച്ച് പ്ലംബിങ് പൂർത്തിയാക്കിയാൽ നമുക്ക് എന്നും വൃത്തിയായി വിശുദ്ധിയായി വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. എല്ലാവരെയും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അത് അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പാവോദന പ്രാർത്ഥന നടത്തുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 66 മുതൽ 71 വരെയുള്ള ഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66 മുതൽ. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. സ്ലീഹാനോമിന്റെ ഈ 1-ാം ദിനത്തിൽ പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ? പത്രോസ് അങ്ങനെ പറഞ്ഞിട്ടും പിന്നെ അറിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വന്നു. നമ്മുടെ ഈ വിശ്വാസ പ്രമാണം എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാ കുർബാനയ്ക്കും ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഹൃദയത്തിൽ നിന്നാണ്, അത് എത്രത്തോളം ആഴമായ ബോധ്യത്തിൽ നിന്നാണ് ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പത്രോസ്ലിയ പറഞ്ഞത് അടിമനസ്സിൽ നിന്നല്ലായിരുന്നു, ബുദ്ധിയുടെ മനസ്സിൽ നിന്നാണ് പറഞ്ഞതുകൊണ്ട് തള്ളി പറയേണ്ടി വന്നു. അതുമാത്രമല്ല, വേറൊരു പ്രസ്താവനയോട് അതിലൂടെ വരുന്നുണ്ട്. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? എങ്കിൽ നിങ്ങളൊരുവൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വിളിക്കപ്പെട്ട 12 പേരിൽ ഒരാൾ പിശാചായിരുന്നു. പിശാചാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കുമോ? രണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ പിശാചാണെങ്കിലും കൊണ്ടു നടക്കണം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. കാരണം പിശാചിനെ കത്തിക്കാതിരിക്കുന്ന അവനൊരു ഗുണമുണ്ട്. അവനെ മുതലെടുത്തേച്ച് കത്തിക്കാൻ വിടാവൂ. നശിക്കുന്നതിന് മുമ്പേ നാശയോഗ്യനെ കൊണ്ട് നാശയോഗ്യമായ കാര്യങ്ങൾ ചെയ്ത് നാശയോഗ്യമാകാതെ എടുപ്പിച്ച് അവനെ പ്രയോജനപ്പെടുത്തണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദായെ കുറിച്ച് പറഞ്ഞു, ഇവൻ 12 ഒരുവനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവൻ ആയിരുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് പിശാചിനൊരു പരിപാടിയുണ്ട്, ദൈവത്തിനൊരു പരിപാടിയുണ്ട്. ഏത് പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അജ്ഞത കൊണ്ടും ബലഹീനത കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും മുൻവിധി കൊണ്ടും വിദ്യാബോധം കൊണ്ടും നമ്മൾ പിശാചിന്റെ ഏജന്റ് ആകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാക്ക് പിശാചിന്റെ ലൗഡ് സ്പീക്കറാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചോണം. ഓരോ വാക്കിനും ന്യായീയുണ്ട്. ഏത് ആത്മാവിലാണ് പറയുന്നത് വളരെ സൂക്ഷിച്ചു. കൃപയുപ്പുള്ള വാക്ക് മാത്രമേ പറയാവൂ. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പേടി വർദ്ധിച്ചിരിക്കുക. സ്ലീഹാനോമിന്റെ 1-ാം ദിനത്തിൽ ദൈവാത്മാവ് നമ്മൾ ചോദിക്കുന്നത്, നീ ഇന്ന് പിശാചിന്റെ കൂട്ടത്തിലാണോ യേശുവിന്റെ കൂട്ടത്തിലാണോ? അത് ഒരു തീരുമാനം എടുത്തോളുക. ഇന്ന് ആരാണേലും ഇന്നലെ ആരാണേലും നമുക്ക് ഇന്ന് തന്നെ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്റെ കൂട്ടത്തിലേക്ക്
കൂറുമാറാൻ സാധിക്കും. അതുമാത്രമല്ല, 65-ാം വാക്യത്തിൽ പിതാവ് കൃപ നൽകിയിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ കൃപയില്ലാത്തവർ, കൃപ കിട്ടാഞ്ഞവർ, യേശുവിനെ സ്നേഹിക്കാത്തവർ പിരിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അന്ന് മുതൽ എൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് സഞ്ചരിച്ചതേ ഇല്ല. ധ്യാനമന്ദിരത്തിലും പള്ളിയിലും വരുന്നതിൽ ഒരു കൂട്ടർ അങ്ങനെ വന്നേ പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഇനി എൻ്റെ കർത്താവ് യാതൊരു ഞാൻ ആവല്ലേ എന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവെന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എന്നെ കൈവിടല്ലേ, അനേകർ കൈവിടപ്പെട്ട ലോകത്ത് ഞാൻ ജീവിക്കുന്നു. ആകയാൽ യേശു മന്ദിരത്തിലൂടെ നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? സങ്കേതമണ്ഡലത്തിലും മൈലപ്രാധാന്യത്തിൽ ആയിരക്കണക്കിന് വന്നേച്ചു പോയി. പിന്നെ വന്നിട്ടേ ഇല്ല. വല്ലപ്പോഴൊക്കെ വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്, ശത്രുവായവരുണ്ട്, എതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? ആരും ഇല്ലേലും പരിപാടി നടത്തിയിരിക്കും. മനസ്സിലായി? ആരെയും കണ്ടോണ്ടല്ല, ആരും ഇല്ലേലും പണി പൂർത്തിയാക്കിയിട്ട് പോകുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ ഒരു പരീക്ഷയുണ്ട്. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം. ഇപ്പോൾ തന്നെ വേണേ പോകാം. അവസാനം വരെ പിടിച്ചു നിന്നോളാം. യേശുവിൻ്റെ മാറിൽ ഞാൻ ചാരും, എൻ്റെ യേശുവിൻ്റെ മാറിൽ ഞാൻ മറയുമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ കുർബാന. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളുണ്ടായ പിന്മാറ്റങ്ങൾക്കും ബലഹീനതകൾക്കും അവിശ്വാസങ്ങൾക്കും ഒരിക്കൽ കൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നോട് പാപത്തിന് പ്രാർത്ഥനയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിലും പുത്രനിലുള്ളതായ വിശ്വാസം നമ്മൾ ഇപ്പോൾ ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിലെ പത്രോസിൻ്റെ ഏറ്റുപറച്ചിൽ പോലെ ആയിരുന്നു അത്. പത്രോസ് ഏറ്റുപറഞ്ഞ ആളാണ്, പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ അവസാനം വന്നപ്പോൾ വേലക്കാരത്തിയുടെ അടുത്ത് ഒരു സാധാരണ മനുഷ്യൻ്റെ മുമ്പിൽ അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കുരിശ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുരിശ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ വിശ്വാസം ഇട്ടേച്ച് പോകുമോ? നമ്മുടെ ലാക്ക് ധനവും മാനവും ജീവനും മാത്രമാണെങ്കിൽ കർത്താവിനെ കൊണ്ട് പോയാൽ അത് കിട്ടുകയെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കർത്താവിനെ കളയാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ പോയാൽ എനിക്ക് എൻ്റെ കർത്താവ് മതിയെന്ന് പറയുന്നതാണ് വിശ്വാസം. ആ പത്രോസിൻ്റെ ബലഹീനത എനിക്കുണ്ടെങ്കിൽ അത് മാറ്റണം. ഇപ്പം യാചിക്കാൻ പോവുക, കർത്താവ് ഞങ്ങളിപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി ഇനി ബാക്കി ചൊല്ലാൻ പോവുക. അത് തത്ത പറയുന്ന പോലെ ആകരുത്. അത് അർത്ഥവത്തായിട്ട് പറഞ്ഞ് എന്ത് ജീവൻ പോയാലും ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞാലേ ആത്മാവിൽ നിറഞ്ഞ് വേല തേച്ച് അങ്ങ് മണവറയിൽ എത്താനൊക്കെ ഉള്ളൂ, കല്യാണത്തിന് പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ രഹസ്യ പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഇതാണ്. അതിപ്പോൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പറഞ്ഞ കാര്യത്തിൻ്റെ കൂട്ടത്തിൽ യൂദായുടെ കാര്യം ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കാര്യം, നമ്മുടെ കാര്യം ഉണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ കാര്യം അന്നേ പ്രാർത്ഥിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ 12-ാം വാക്യത്തിൽ അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. അപ്പൊ യേശുവിന്റെ നാമത്തിന് അങ്ങനെ കാക്കാനുള്ള കഴിവുണ്ട്. ആ വിശ്വാസം നിനക്കുണ്ടോ? യേശുവിന്റെ നാമം ഏറ്റുപറയുന്ന സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കാമെങ്കിൽ, സ്തുതി പറഞ്ഞുകൊണ്ട് നടക്കാമെങ്കിൽ ആർക്കും നമ്മളെ തൊടാനൊക്കെയില്ല. അവൻ നമുക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും തുടരുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാവോ? ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. സൂക്ഷിച്ചതിനൊരു ഹല്ലേലൂയ പറയാവോ? കർത്താവ് ഇതുവരെ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ മിടുക്കൊണ്ടല്ല. പക്ഷെ ഒരു കാര്യം ദുഃഖത്തോടെ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞു. അത് ആരുടെ കാര്യമാണ്? നമ്മൾ ആ ലിസ്റ്റിൽപ്പെടരുത് എന്ന് പറഞ്ഞു. ഇന്ന് യാചിക്കാൻ പോകുന്ന കർത്താവേ, ആ നാശയോഗ്യനായ യൂദാ കൊട്ടാരയിലേക്ക് താന്ന് വീണ് പോകരുത്. നാശയോഗ്യമായതും കൊണ്ടുപോയി ജീവിതം അവസാനിച്ച് കത്തിപ്പോകാനിടയാകരുത് എന്ന് ഇപ്പൊ യാചിക്കാൻ പോവുക. സഹോദരി സ്വങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്ക് വിടുവാനുള്ള ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ സ്തുതി ആദ്യം ഉണ്ടാകട്ടെ.
കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹകരമായ വിജയകരമായ 11 നോമ്പിൻ്റെ 1-ാം ദിനത്തിൽ 13 അപ്പോസ്തലന്മാരുടെ ജീവചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോ അപ്പോസ്തലന്മാരും ഓരോ സ്ലീഹന്മാരും നോക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഇന്ന് യൂദാസ് ഇസ്കറിയാത്തായുടെ കാര്യം നമ്മൾ കേട്ടു. യൂദാസ് ഇസ്കറിയാത്ത കെട്ടിയാന്ന് ചത്തു കഴിഞ്ഞപ്പോൾ പെന്തിക്കോസ്തി പെരുന്നാളിന് കാത്തിരുന്നപ്പോൾ ആ യൂദായുടെ സ്ഥാനത്തേക്ക് ഒരു മത്യാസിനെ തിരഞ്ഞെടുത്ത കാര്യം നമ്മൾ ഇന്ന് നോക്കുകയാണ്. ആ മത്യാസും യൂദാസും കൂടെയാണ് നമുക്കിന്ന് സന്ദേശം തരുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം അധ്യായത്തിൽ എങ്ങനെയാണ് വിടവ് നികത്തിയെന്ന കാര്യം നോക്കുകയാണ്. ഈ 13 നോമ്പിലെല്ലാം മത്യാസും നമ്മുടെ അടുത്ത് വന്ന് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം, യൂദാ പോയ സ്ഥാനത്തിന് എനിക്ക് ആ പോസ്റ്റ് കിട്ടി. ഇതുപോലെ ഈ 20 നൂറ്റാണ്ടുകൾക്കിടയിൽ വിളിക്കപ്പെട്ടതിൻ്റെ ശേഷം യൂദായെപ്പോലെ ആത്മഹത്യ ചെയ്തു പോയ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് വെള്ളം കിട്ടാതെ പോയി കിടപ്പുണ്ട്. അവിടെ എല്ലാ സ്ഥാനത്തെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം പകരം കോട്ടായിൽ ഉള്ളവരും ഈ കൂട്ടത്തിൽ കണ്ടേക്കാം. കർത്താവ് ഈ 20 നൂറ്റാണ്ടുകൾക്കിടയിൽ ആരെല്ലാം പൊഴിഞ്ഞുപോയി, ആരെല്ലാം പിരിഞ്ഞുപോയി, ആരെല്ലാം ഇട്ടേച്ചു പോയി, ആ വിടവ് നിർത്താൻ കർത്താവ് വലിയ ആകാംക്ഷയോടെ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആരെ ആ സ്ഥാനത്ത് ആക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ ഒരു ലാഫിൽ കാത്തിരിക്കുമ്പോൾ കാത്തിരിപ്പ് യോഗത്തിൽ 120 പേർക്ക് മത്യാസിനെ തിരഞ്ഞെടുക്കാനുള്ള നിയോഗമുണ്ടായി. നമ്മുടെ ഈ 13 നോയമ്പിലും സഭയിലും ധ്യാനമന്ദിരത്തിലും ദൈവത്തിൻ്റെ വേല നടക്കുന്ന ഇടങ്ങളിലൊക്കെയും പിന്മാറിപ്പോയ സ്ഥാനത്തേക്ക് പലരെ പുതുതായി കർത്താവ് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുക. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ 15-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 1:15 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നില എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദും അതിന് മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ പെന്തിക്കോസ്തി പെരുന്നാളിലെ കാത്തിരിപ്പ് വേളയിൽ അവർ നടന്ന സംഭവങ്ങളെ തിരുവചന വെളിച്ചത്തിൽ വിലയിരുത്തി അത് ഏത് വചനത്തിൽ നിവർത്തിയായി എന്ന് കണ്ടെത്തി. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണം. നമ്മൾ ഗർഭകാലം മുതൽ ഇതുവരെ നമുക്ക് സംഭവിച്ച കാര്യങ്ങളെ അർത്ഥം നമ്മൾ മനസ്സിലാകണം. എങ്കിലേ ആത്മാവിൽ നിറയാനൊക്കെ. ഗർഭത്തിലായിരുന്നപ്പോൾ എന്തെല്ലാം മുറിവും ചതവുണ്ടായി, എന്തെല്ലാം ശാപം വന്നു കയറി, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പാല് കിട്ടാതെ എത്ര വിഷമിച്ചു. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയുടെ പാല് കൊടുക്കണമെന്നാണ് നിയമം. പക്ഷേ എത്ര മണിക്കൂർ കഴിഞ്ഞാൽ കൊച്ചിന് കിട്ടിയത്? അതുവരെ അത് ദാഹിച്ച് വലഞ്ഞ് കരഞ്ഞ് കാണും. അതൊക്കെ മുറിവും ചതവുമായി കാണും. അങ്ങനെ കൃത്യസമയത്ത് കിട്ടേണ്ടത് കിട്ടാഞ്ഞതുകൊണ്ട് വിഷമിച്ചു പോയ അനേക തലമുറകളിലുണ്ട്. അവർക്കെല്ലാം കുടിശ്ശിക തീർത്ത് സഭയാവുന്ന ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ പോഷിപ്പിക്കുവാൻ അനേകരെ ഇന്ന് ആവശ്യമുണ്ട്. ആ കുടിശ്ശിക പണി ചെയ്യാൻ കോൺട്രാക്ട് പിടിക്കുന്നോ? കുടിശ്ശിക പണി ഒത്തിരി കിടപ്പുണ്ട്. കോൺട്രാക്ട് പിടിക്കാൻ കിട്ടും പണി വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രത്യേക കൃപകളും കൃപാവരങ്ങളുമായി നമുക്ക് ദൈവത്തിൻ്റെ ഇരിക്കാം. മത്യാസിന് കിട്ടിയ പോലെ പുതിയ പണി, ഒഴിവ് നികത്തുന്ന പണി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭാഗ്യകരമായ ആ പോസ്റ്റിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. യൂദായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്ത് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവിടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്തൽദാമ എന്ന് പേരായി. സംഗീതത്തിൻ്റെ പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ നിങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്നു പേരുള്ള ബർശബ എന്ന യോസെഫ്, മത്യാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയതായ ഈ ശുശ്രൂഷയുടെ അപ്പോസ്തോലിത്വത്തിൻ്റെ സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 20 ഏവനെ നീ തിരഞ്ഞെടുക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും
അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. അപ്പോൾ പെന്തക്കോസ്തിക്ക് മുമ്പ് ദൈവഹിതം അറിയാൻ ചീട്ടിടുന്ന പതിവായിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലാതെ വരുമ്പോൾ ചീട്ടിട്ടും ദൈവഹിതം അറിയാൻ, ആത്മനിറവില്ലാത്തവർ ദൈവഹിതം അറിയാനായിട്ട് ചീട്ടിട്ട് നോക്കുന്ന പതിവ് നമ്മളിന്ന് സഭയിലുണ്ട്. അത് ബാവാമാരെയും പോപ്പിനെയും മറ്റു പലരെയും ഒക്കെ മെത്രാപ്പൊലീത്തന്മാരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ കാസായിക്കകത്ത് പേരെഴുതിയിട്ടിട്ട് അത് കൊച്ചു പിള്ളേരെ കൊണ്ട് എടുപ്പിച്ച് ചീട്ടെടുപ്പിക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ നമുക്ക് ദൈവഹിതം അറിയാൻ നേരിട്ട് വാർത്തിട്ട് മറുപടി കിട്ടുന്നെങ്കിൽ അങ്ങനെ ഒരു മാർഗമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർപ്പിക്കുകയാണ്. ചിട്ടി എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ഉണ്ട്. ചിട്ടി എന്ന് പറഞ്ഞ വാക്ക് ചീട്ടിൽ നിന്ന് ഉണ്ടായതാണ്. ചിട്ടി പിടിക്കുന്ന എങ്ങനെയാണ്? ചീട്ട് വിടുന്നോട്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇത് ലോകത്തിൽ അന്നും ഇന്നും നിലവിലിരുന്ന ഒരു പതിവാണ്. സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ദൈവഹിതപ്രകാരം കാര്യം നടത്താൻ വേണ്ടി ബുദ്ധിയിൽ ആശ്രയിക്കാതെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാത്ത കൊച്ചുപിള്ളേരെ കൊണ്ട് ചീട്ടെടുപ്പിച്ച് ദൈവഹിതം തിരിച്ചറിയുന്നവർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് പലയിടങ്ങളിലും ഉണ്ട്. പക്ഷേ പെന്തക്കോസ്തിക്ക് ശേഷം നമ്മൾ ചീട്ടേണ്ട കാര്യമുണ്ടോ? പെന്തക്കോസ്തിയുടെ അനുഭവം ഉണ്ടെങ്കിൽ ദൈവം നമ്മൾ നേരിട്ട് ആ അവസ്ഥയിലേക്ക് വളരണമെന്നുള്ള കാര്യം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കണം. അങ്ങനെ എല്ലാവരും ആത്മനിറവിൽ പരിശുദ്ധാത്മാവാകുന്ന കാര്യത്തിനോട് ചോദിച്ചും പറഞ്ഞും ചെയ്യുവാനുള്ള പ്രാഗൽഭ്യവും വിവേചനപരവും പ്രാപിക്കണമെന്നുള്ള സന്ദേശവും ഇതിനകത്തുണ്ട്. മത്യാസിനെ അങ്ങനെ തിരഞ്ഞെടുത്തു. മത്യാസ് കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ പെന്തക്കോസ്തിയിൽ ആത്മാവെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീട്ടിടാൻ പോയത് ഇല്ല. പിന്നെ നേരിട്ട് കാര്യങ്ങൾ നടത്തി. ഇപ്പോൾ നമ്മളുടെ ചീട്ടിടലിൻ്റെ കാലമാണോ പെന്തക്കോസ്തിക്ക് ശേഷമുള്ള കാലമാണോ? ഇപ്പോൾ പെന്തക്കോസ്തിക്ക് മുമ്പുള്ള ചീട്ടിൻ്റെ കാലത്തായിരിക്കും നമ്മൾ എത്രയും വേഗം ചീട്ടിൻ്റെ കാലത്ത് നിന്ന് പെന്തക്കോസ്തിയുടെ അനുഭവത്തിലേക്ക് വന്നോണം എന്നുള്ളൊരു സന്ദേശവും ഈ മത്യാസ് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചന കൂടാതെ, ദൈവത്തിൻ്റെ ആലോചന ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ കാട്ടിക്കൂട്ടിയതെല്ലാം നമ്മുടെ സ്ഥാനം കളഞ്ഞു. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്നൊരു വചനമുണ്ട്. എവിടെയാണെന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? വേദപുസ്തകത്തിലൊരു വചനം, നിനക്കുള്ളത് പിടിച്ചോണം, പിടിച്ചില്ലേ പോകാം. തട്ടിക്കൊണ്ട് പോകാൻ ആളുണ്ട്, തട്ടിക്കളയാനും ആളുണ്ട്. എളുപ്പാട് എത്രയാണ്? എളുപ്പാടാണെന്ന് കണ്ടുപിടിച്ചു. ഇനി വായിച്ചൊന്നും മുഴുവൻ വായിച്ചു ഒരു ഹോംവർക്ക് ഇരിക്കട്ടെ. ഏതായാലും 13 നോയമ്പൊക്കെ അല്ലേ. അത് കണ്ടുപിടിച്ചിട്ട് കർത്താവ് എനിക്കുള്ളത് എന്താണെന്നും അത് കൈവിട്ട് പോകാതിരിക്കാൻ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നും ഈ ശിഷ്യന്മാരോട് ചോദിച്ചാൽ പഠിപ്പിക്കുക അവരെ. യൂദായ്ക്കുള്ളത് കൈവിട്ടു പോയി. അവന് കിട്ടിയ സ്ഥാനം, അവൻ്റെ അധ്യക്ഷ സ്ഥാനം തകർന്നുപോയി. അതിന് പകരം വേറെ ആൾ കയറി വന്നു. കർത്താവ് എനിക്ക് ലോകസ്ഥാപനത്തിന് മുമ്പേ കരുതിയതും മാമോദിസ പുറത്തരാമെന്ന് പറഞ്ഞതും ഓരോ സ്ഥാനങ്ങൾ ഞങ്ങളെ ആക്കിയപ്പോഴും ഞങ്ങളെ ഓരോ ഉദാശകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ ഞങ്ങൾക്ക് തന്നതും ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതുമായ കാര്യങ്ങൾ വല്ലതും കൈവിട്ടു പോയോ? കൃപായി പോയതുകൊണ്ട് കൈവിട്ടു പോയതുകൊണ്ട് ഇനി പുറകോട്ട് പോയി വേണമെങ്കിൽ തിരിച്ചെടുത്തുകൊണ്ട് വരാൻ അവസരമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ 13 നോയമ്പ് അതിനുവേണ്ടിയാണ്. കർത്താവ് തന്നത് ഏതെങ്കിലും കൈവിട്ടു പോയെങ്കിൽ കർത്താവെ ക്ഷമിക്കണം എന്ന് പത്രോസ് പുറകെ പോയി കൈവിട്ടു പോയ കാര്യം വീണ്ടും പത്രോസ് കരഞ്ഞതാണ്. സ്വർഗത്താക്കോൽ കൈവിട്ടേൻ പാരും വാനും കേഴുന്നു. പിതാക്കന്മാർ പാടിയൊരു പാട്ട്. പത്രോസ് ആ കരഞ്ഞത് എങ്ങനെയാ? നീ എനിക്ക് ആദ്യം ഒരു താക്കോൽ തന്നു, ഞാൻ നിന്നെ തള്ളി പറഞ്ഞപ്പോൾ താക്കോലല്ല, എനിക്ക് ആ താക്കോൽ വീണ്ടും തരണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് ആ പത്രോസിനെ കരയിച്ചതിന് ശേഷമാണ് പത്രോസിന് വീണ്ടും താക്കോല് കിട്ടി. അങ്ങനെ കിട്ടിയ താക്കോല് വീണ്ടും കൈവശപ്പെടുത്തിയിട്ട് പിന്നെ അത് കളഞ്ഞോ? പിന്നെ ആയിരക്കണക്കിന് വരെ നേടുകയായിരുന്നു. ഇപ്പോൾ അതിനുവേണ്ടി ഒരു വിടുതൽ പ്രാർത്ഥന നടത്താൻ പോവുക. മാമോദിസ മുതൽ ഓരോ ഉദാശകൾ നമ്മൾ അനുഭവിച്ചവരാണ്. അപ്പോഴൊക്കെയും നമ്മൾ തന്ന പലതും കൈവിട്ടു പോയിട്ടുണ്ട്. പത്രോസിനെ പോലെ കരയാൻ പോവുക. അങ്ങനെ മത്യാസിന് വീണ് കിട്ടിയ ഭാഗ്യം പോലെ യൂദായുടെ സ്ഥാനം കിട്ടി, യൂദായുടെ പോസ്റ്റ് കിട്ടി. നമുക്കങ്ങനെ കൈവിട്ട് തിരിച്ചെടുക്കുകയും വേണം, മറ്റ് കൈവിട്ടവരുടെ സ്ഥാനത്ത് വിടവ് നികത്തുകയും വേണം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങളെ ഒരുക്കുകയാണ്, തയ്യാറാക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം, മുമ്പോട്ട് വരാം. അവസാനത്തോളം കൊണ്ടുവരണം. അവൻ ശാശാൻ അറിഞ്ഞിട്ടും അവൻ നാശികത്തിനെന്ന് അറിഞ്ഞിട്ടും നീ കൂടെ കൊണ്ടുവരണം. നിന്റെ കരുണ, നിന്റെ സ്നേഹം, നിന്റെ ദീർഘക്ഷമ, എല്ലാവരുടെ ഇഷ്ടം പൂർത്തീകരിക്കാൻ
അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കിത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കിത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസാക്കിന്റെ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി ദൈവം നൽകി അനുഗ്രഹിച്ചു. ഇസാക്കിന്റെ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും പഠിച്ചിരിക്കാം. കർത്താവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ സ്വന്തം വിവേകത്തിൽ കൊണ്ടാണ് ആരും ആരെയും നോക്കാതെ രക്ഷകന്റെ മുമ്പിലേക്ക് നോക്കി കർത്താവ് അവിടുന്ന് അയക്കുന്ന പ്രകാശത്തെ ഏറ്റുവാങ്ങി, ആ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി, ആ ജീവിതകാലം നിങ്ങൾ മുമ്പിൽ കൊടുക്കും. ആ രക്തത്തിൽ കർത്താവിന്റെ രക്തത്തിൽ ശരണപ്പെട്ടു അവന്റെ വചനത്തിൽ കർത്താവ്
അത്യാസം വന്ന് അത്യാസത്തിൻ്റെ കിട്ടിയതായ സ്ഥാനം നമുക്ക് തരാൻ വേണ്ടി, നമുക്കുള്ള സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനായിട്ട് നിന്ന് ഗൃഹപ്രാർത്ഥന സംബന്ധിക്കുക. നയവാൻപന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ ആചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്ന വിശിഷ്ട മുഖം തിരിപ്പിക്കല്ലേ എന്താ ചിന്താവീതിൻ മൂലം പുത്രന്മാരാത്തിടുമെങ്കിൽ സാക്ഷിയെയും പാടുമോ ശുദ്ധമസ്കുരിശാശ്വസിക്കുള്ള Wow.
മടിയാ സത്യം കാക്കുന്നു നൂതന വിധിനാഥ കടമെല്ലാം പോയി വിധിയൊഴിവാക്കണമേ രക്ഷകനോട് ചെയ്ത ശ്ലീഹ നോയമ്പിൻ്റെ 13 ദിവസത്തെ നോയമ്പിൻ്റെ ഒന്നാം ദിനം അനുഗ്രഹകരമായി നമുക്ക് വിശുദ്ധ കുർബാന അനുഭവത്തോടുകൂടി തുടങ്ങുവാൻ ഇടയാക്കി കർത്താവിന് നന്ദി പറയാം. ഇത് 29-ാം തീയതി പത്രോസ് പൗലോസ് ശിഷ്യന്മാരുടെ പെരുന്നാളോടുകൂടി സമാഹരിക്കുന്നു. 30-ാം തീയതി 12 ശിഷ്യന്മാരുടെ ഓർമ്മ പിന്നെയും വരുന്നു. അങ്ങനെ വ്യക്തിപരമായും ഈ രണ്ടുപേരെയും എല്ലാവരെയും ഒരുമിച്ച് പലതരത്തിൽ പിതാക്കന്മാർ ഓർത്ത് കിട്ടിയ അനുഗ്രഹങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ കളയരുതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സാധിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇനി ശേഷിക്കുന്ന 14 ദിവസവും 30-ാം തീയതി വരെയുള്ള ശുശ്രൂഷ മുടങ്ങാതെ വരികയാണെങ്കിൽ ഓരോ ദിവസവും ഇതുപോലെ പ്രത്യേക ഓരോ ശിഷ്യന്മാരുടെ അനുഗ്രഹങ്ങളുണ്ട്. അവരുടെ കൃപകളും കൃപാവരങ്ങളും തരാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും ഒരുങ്ങി വരികയാണെങ്കിൽ കുടിശ്ശിക തീർത്ത് അനുഗ്രഹം വാങ്ങിച്ച് ശിഷ്യന്മാരുടെ പാതയെ പിന്തുടർന്ന് ആത്മഫലങ്ങൾ വിളയിച്ച് ജന്മസാവല്യം അടയാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾ ഇടവപ്പള്ളിയിൽ നിന്ന് ഞായറാഴ്ച ഇവിടെ വരികയാണെങ്കിൽ വികാരിയത്തിൻ്റെ അനുമതിയോടെ ഇവിടെ ഞാൻ 13 ദിവസത്തിൽ പ്രത്യേക ധ്യാനമുണ്ട്, നോയമ്പിൻ്റെ ധ്യാനമുണ്ട്. അച്ഛൻ അവിടെ നടത്താമെങ്കിൽ ഞങ്ങൾ അവിടെ കൂടാം, അല്ലെങ്കിൽ ഞങ്ങളവിടെ പൊക്കോട്ടെ എന്ന് ചോദിക്കാം. എവിടെയെങ്കിലും ധ്യാനം കൂടിയാൽ മതി. 13 നോയമ്പിൻ്റെ ധ്യാനം ഇടവപ്പള്ളിയിലുണ്ട്, അതിന് കൂടുക. അല്ലെങ്കിൽ ഞാൻ ഇതിനടുത്ത് പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ അനുവാദം വാങ്ങിച്ചു വന്നാൽ അനുഗ്രഹം അവർക്ക് കൊണ്ട് തിരികെ കൊടുക്കാൻ സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കിട്ടിയ അനുഗ്രഹത്തിൻ്റെ നന്ദി സൂചകമായി കേൾവിക്കാരുടെ പ്രതിയായിട്ട് ഒരാൾ പ്രാർത്ഥിച്ച് ധ്യാനം സമാഹരിക്കാൻ പോവാം. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കും. പ്രസംഗം കേൾക്കുന്ന പോലെ തന്നെ ഒരു കൃപാവരമാണ്. ആ പ്രസംഗം പ്രാർത്ഥനയാക്കി മാറ്റി, പ്രാർത്ഥന ധ്യാനമാക്കി മാറ്റി, ധ്യാനം ജീവിതമാക്കി മാറ്റി, അതിൻ്റെയും ആരാധന ഇങ്ങനെ സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അത് എങ്കിൽ മാത്രമേ നമുക്ക് തലയായ വളരാൻ സാധിക്കുള്ളൂ എന്ന കാര്യം ഓർപ്പിക്കുന്നു. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണയുണ്ടെങ്കിൽ ആ കൃപാവരമുണ്ട് മുമ്പോട്ട് വരാം. ബൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു